A24 പ്രൊഡക്ഷൻസിൻ്റെ ഡെത്ത് ഓഫ് എ യൂണിക്കോൺ എന്ന് പറയുന്ന പടം വന്നിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് ഹൈപ്പോടെ വന്നൊരു സിനിമയാണ്. പോൾ റെഡും ജന ഒട്ടാക്കയും അങ്ങനെ ഒരു കിടിലൻ കാസ്റ്റ് ഉള്ളൊരു സിനിമ. പിന്നെ A24 സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർ എപ്പോഴും ഡിഫറൻറ്റ് കൺസെപ്റ്റുമായിട്ടായിരിക്കും ഒരു സിനിമ കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഡിഫറൻറ്റ് കൺസെപ്റ്റിലുള്ള സിനിമയാണിത്. നമ്മൾ യൂഷ്വലി ഈ പറയുന്ന യൂണിക്കോൺസിനെയൊക്കെ ഫെയറി ടെയിലായിട്ടൊക്കെയാണ് കണ്ടുള്ളത്, ഒരു ഭയങ്കര ക്യൂട്ട് ആനിമൽ എന്നുള്ള രീതിയിലൊക്കെയാണ് കണ്ടുള്ളത്. പക്ഷേ ഇവിടെ കാണിക്കുന്നതിൻ്റെ ഒരു ഡാർക്കർ സൈഡ്, അതിനൊരു ഡിഫറൻറ്റ് സൈഡ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. ചില സമയത്തൊക്കെ സിനിമ കയ്യിൽ നിന്ന് പോകുന്നൊരു ഫീലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എന്നുള്ള ഒരിതാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. കാരണം യൂഷ്വലി നമ്മളൊരു A24 സിനിമ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ സാധനങ്ങൾ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന സാധനങ്ങൾ കാണും. ഇത് ഒരു ഓളത്തിൽ പോകുന്ന, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പോലത്തെ ഒരു സ്റ്റോറി ഒരു ഡിഫറൻ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊന്നും ഇതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഒരു വീക്കെൻഡിൽ ഒരു ഡേയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു നൈറ്റ് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം അതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള പോൾ റെഡും അതേപോലെ തന്നെ ജന ഒർട്ടഗയും എല്ലിയോട്ട് എന്ന് പറയുന്ന ക്യാരക്ടറും റൈഡ്ലി എന്ന് പറയുന്ന ക്യാരക്ടറും കൂടെ അവരൊരു വീക്കെൻഡ് ബിസിനസ്സിന് വേണ്ടി പോകുന്നു. അല്ലെങ്കിൽ ഈ അച്ഛൻ മകൾ ക്യാരക്ടേഴ്സാണ്. അപ്പം ഒരു ബിസിനസ് സംസാരിക്കാനായിട്ടൊരു വലിയ ബില്ലിയറിൻ്റെ അവിടെ പോകുന്നു. അവർ താമസിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു ഭയങ്കര വലിയ റിസർവ് ഫോറസ്റ്റിൻ്റെ നടുക്കുള്ള ഒരു വലിയൊരു മാൻഷനിലാണ് താമസിക്കുന്നത്. ഇവർ പോകുന്ന സമയത്ത് ഇവരുടെ വണ്ടി ഇടിച്ചൊരു യൂണിക്കോൺ ചാവും. ഇവർ ആ യൂണിക്കോണിനെ എടുത്ത് വണ്ടിയിൽ ഇട്ടിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ യൂണിക്കോണിൻ്റെ കാര്യം അവരറിയുന്നതും, പിന്നെ യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറസ്റ്റ് ഓഫ് റെയർസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫാൻറ്റസി ക്രീച്ചറാണല്ലോ. അപ്പം ഇതിന് കുറേയധികം ഭയങ്കര മാജിക് പവേഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഈ ഒരു മാജിക് പവേഴ്സൊക്കെ വെച്ചിട്ട് ഇവർ ഓൾറെഡി വില്ലിയനേഴ്സാണ്. അപ്പം ഇത് വെച്ചിട്ട് പല അസുഖങ്ങളും മാറും, അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നതും, ഈ ഒരു യൂണിക്കോണിനെ ഇവർ ഫുള്ളായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് പവർ ഫുൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ആദ്യം വിചാരിക്കും, ഓക്കെ ഇതെന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ ഒരു ലൈറ്റ് സാധനം മാറി കുറച്ച് ഡാർക്കറിലേക്ക് പോകുന്നു. കുറേ അധികം ബ്ലഡ് ബാത്ത് പരിപാടികളൊക്കെ ഉണ്ട്. ഈ പ്രത്യേകിച്ച് ഈ യൂണിക്കോണിൻ്റെ ഈ ഡാർക്കർ സൈഡൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ ഒരു യൂണിക്കോൺ ചത്തു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിനെ വണ്ടി ഇടിച്ച് മരിച്ചു പോലും, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അച്ഛനും അമ്മയും വരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു സിനിമയുടെ ഒരു വേവേ മാറുകയാണ്. അപ്പോഴും ഒരു പൈസ എന്ന് പറഞ്ഞിരിക്കുന്നതും, അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ പവർഫുൾ വേണം എന്ന് പറഞ്ഞിരിക്കുന്നതും, പിന്നെ അവിടെ നടക്കുന്ന പരിപാടികളൊക്കെയാണ്. അതിനിടയ്ക്കൂടെ ഈ റെഡ്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ഇതെന്താണ് സംഭവിക്കുന്നത്, ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നു, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ജന ഒർട്ടഗയുടെ ക്യാരക്ടർ കുറച്ച് റിബിളായിട്ടുള്ള ക്യാരക്ടറൊക്കെ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും പിന്നെ അതിനൊരു ബാക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പോൾ റെഡിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു പോൾ റെഡി അല്ല ഇതിനകത്ത് കാണുന്നത്. ഭയങ്കര കുറച്ച് റൂഡാണ് ക്യാരക്ടർ. പക്ഷേ പുള്ളി അങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പോകുന്ന, എന്നാൽ ക്ലൈമാക്സ് ആവുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഇവർ ഹാപ്പി ആയിട്ട് ഒരു ഹാപ്പി എൻഡിങ് മോഡിലേക്കൊക്കെ പോകുന്ന രീതിയിലാണ് സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ പറയുന്ന എവിടൊക്കെയോ ഈ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് പോകരുത്. ഒരു ഫാൻറ്റസി ഹൊറർ കോമഡി സിനിമ കാണാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതാണ്. പിന്നെ A24 സിനിമയാണ്, അതുകൊണ്ട് കുറേയധികം കിടിലൻ ഫ്രെയിംസും പരിപാടികളും ഈ പറയുന്ന കുറേ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് തന്നെയാണ്. A24 സിനിമ കാണുന്നവർക്കറിയാം അതിൻ്റെ ആ ഒരു എന്താണ് A24 സാധനം എന്നുള്ളത്. അപ്പം അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ് ഡെത്ത് ഓഫ് എ യൂണിക്കോൺ. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പറയാം.